ഞങ്ങൾ പോയ ടൈം റംസാൻ ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് എല്ലാവരും നോമ്പെടുക്കുന്ന ടൈമിങ്ങാണ്. അപ്പം ഞാൻ മാത്രം ഷവർമ പറഞ്ഞിട്ട് കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ സവാദിനോട് സത്യം പറഞ്ഞാൽ ചോദിച്ചു, ദൈവമേ അടി കിട്ടുമോ? കാരണം ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം 1000 EGP ആണ് നമ്മളോട് പറഞ്ഞത്. ഈജിപ്ഷ്യൻസ് ഫോറിനേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കാൻ നോക്കും. അപ്പോൾ ആദ്യം തന്നെ വീണ് കൊടുക്കരുത്, നമ്മൾ ഇന്ത്യക്കാരാണ്, മാക്സിമം ബാർഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെന്നപ്പോഴാണ് 3 മണിയായപ്പോഴേക്കും റമദാൻ ടൈം ആയതുകൊണ്ട് പിരമിഡ്സ് ക്ലോസ് ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര അടിയായിപ്പോയി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അഭിജിത്ത് എന്നാണ്. ഞാൻ എറണാകുളം ചെറായി സ്വദേശിയാണ്. 2025 മാർച്ച് മാസം ഞാൻ ഈജിപ്തിലേക്ക് ഒരു സോളോ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പിരമിഡ്സ് തന്നെയാണ്. അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പിരമിഡ്സ് ഒന്ന് കാണണമെന്ന്. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാൻ ഈജിപ്തിലോട്ട് തന്നെ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈജിപ്തിൻ്റെ വിസനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഈ വിസയാണെന്ന് പറഞ്ഞത് ഇന്ത്യക്കാർക്ക്. അങ്ങനെ ഞാൻ ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു 3 to 5 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസ കിട്ടി. പിന്നെ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് കിട്ടുന്നതെന്ന് ഞാൻ നോക്കി. അങ്ങനെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എത്തിഹാദിൻ്റെ ഒരു ചീപ്പ് ഫ്ലൈറ്റ് കിട്ടി. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരെ ബസ് കയറിയിട്ട് ഞാൻ ബാംഗ്ലൂർക്കാണ് ആദ്യം തന്നെ പോയത്. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ പോകാനുള്ള ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ. എയർലൈൻസിൻ്റെ കൗണ്ടറിൽ ചെന്നപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്സും മാൻഡേറ്ററി ആണെന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പണി വാളിയെന്ന്. ട്രിപ്പ് എന്നാ തിരിച്ചു വരുന്നതെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ റിട്ടേൺ ടിക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കൗണ്ടറിൽ നിന്ന് പയ്യെ ഞാൻ മാറി നിന്നിട്ട് ക്യാൻസലേഷൻ പോളിസി ഉള്ള ഒരു ടിക്കറ്റും കൂടി ഞാൻ അവിടെ നിന്ന് തന്നെ എടുക്കേണ്ടത്. പിന്നെ ക്യാൻസലേഷനുള്ള ഒരു സ്റ്റേയും കൂടി അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തു. എന്നിട്ട് അത് കൗണ്ടറിൽ കാണിച്ചു. അപ്പോൾ കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു. എന്നെ നേരെ ഇമിഗ്രേഷനിലോട്ട് വിട്ടു. ഇമിഗ്രേഷൻ ചെന്നപ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് നോക്കിയപ്പോൾ ഇതിന് മുന്നേ സ്റ്റാമ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആളെന്നോട് ചോദിച്ചു, എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈജിപ്തിലോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈജിപ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് പിരമിഡ്സ്. ഞാൻ ഭയങ്കര ചിരിച്ച് തന്നെയാണ് പറഞ്ഞത്, പിരമിഡ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഹാപ്പി ജേണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റാമ്പ് അടിച്ച് തന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ ആദ്യമായിട്ട്, നമ്മുടെ ഫസ്റ്റ് സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്റ്റാമ്പ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവിടെ നിന്ന് എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ബാംഗ്ലൂരിൽ നിന്ന്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അബുദാബിയിൽ ഏകദേശം 12 മണിക്കൂറാണ് എനിക്ക് ലേ ഓവർ ഉണ്ടായത്. അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി. 8 മണിക്കുള്ള അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി ഞാൻ തയ്യാറായി. 8 മണിക്ക് കറക്റ്റായിട്ട് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്മൂത്തായിട്ട് എനിക്ക് കയറി. രണ്ടാമത്തെ ഫ്ലൈറ്റിൽ എനിക്ക് വിൻഡോ സീറ്റ് കാര്യങ്ങൾ കിട്ടിയിരുന്നില്ല. എൻ്റെ സൈഡിൽ തന്നെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ വിൻഡോയിൽ കൂടെ എടുക്കുന്നൊക്കെ ആൾ കാണുന്നുണ്ട്. അപ്പോൾ എന്നിങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഞാനും പുള്ളിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്തിഹാദിൻ്റെ ഒരു ലെറ്റർ പാഡിൽ ഞാൻ പിരമിഡ്സിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ആൾ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യം താല്പര്യമുണ്ടെന്നൊക്കെ ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഈ കാണുന്നതാണ് റെഡ് സീ എന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് സൂയിസ് കനാൽ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പണ്ട് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ജോർദാൻ. അപ്പോൾ ജോർദാൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് പോവുകയാണ്. റെഡ് സീയുടെ മുകളിലെത്തി. അപ്പോഴാണ് നമുക്ക് ഈ സൂയിസ് കനാൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്തായാലും വിൻഡോ സീറ്റ് കിട്ടിയത് നന്നായി. കാരണം ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും അറിയാതെ വെറുതെ പുറത്ത് കാഴ്ച കണ്ടിരുന്നേനെ. പുള്ളി ആയതുകൊണ്ട് എനിക്കിതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൈലറ്റ് വിളിച്ച് പറയുന്നത്, നിങ്ങൾ കൈറോ എയർപോർട്ടിലോട്ട് അറൈവ് ചെയ്യാൻ പോവുകയാണ്, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടോളാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പൈലറ്റ് ചേട്ടാ സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചേക്കണമെന്ന് തന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് സ്മൂത്തായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഞാൻ കൈറോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ തന്നെ ബോർഡിലൊക്കെ വെൽക്കം ടു ഈജിപ്റ്റ് എന്നൊക്കെ കാണിച്ചു തുടങ്ങി. ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കുറച്ച് പേര് അതർ കൺട്രീസിൽ നിന്നൊക്കെ ഉള്ളൂ, ഫോറിനേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രത്യേകം വേറൊരു ഫോം ഉണ്ട് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യാൻ. ഈജിപ്ഷ്യൻസിന് ഡയറക്റ്റായിട്ട് ഇറങ്ങി പോവാം. അപ്പോൾ നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ തൊട്ടാണ് എനിക്ക് കാര്യം മനസ്സിലായത്, അവിടെ ആരും ഇംഗ്ലീഷ് സംസാരിക്കണില്ല. അവിടെ തൊട്ട് പിന്നെ ഫുള്ള് അറബിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനെ ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. അങ്ങനെ പുറത്ത് എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, സവാദാണ്. ആൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ആളെ കണ്ടിട്ടില്ല. എൻ്റെ പിരമിഡ് പോകാനുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തിൻ്റെ മെയിൻ ആൾ സവാദ് തന്നെയാണ്. സവാദിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ട് ആഗ്രഹം മൂത്തിട്ടാണ് ഞാൻ ആഗ്രഹത്തോടെ സവാദിന് മെസ്സേജ് അയക്കുന്നത്, ഞാനും ഈജിപ്തിലോട്ട് വരികയാണെന്ന്. അപ്പോൾ സവാദ് പറഞ്ഞു എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന്.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതുവരെ എന്നെ കാണാത്ത ഒരാൾ എന്നെ മീറ്റ് ചെയ്യാൻ എയർപോർട്ടിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളൊരു മലയാളി വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ സവാദിനെ കണ്ടു, സവാദിനെ പരിചയപ്പെട്ടു. നേരെ ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഹോസ്റ്റലിലോട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടി പോയത്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ രണ്ടുപേരും കൂടി യൂബർ ബുക്ക് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ കൈറോയിലെ സിറ്റിയിലാണ് നമ്മൾ താമസിക്കുന്നത്, ഹോസ്റ്റൽ ബുക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എത്തി. ഞാനങ്ങനെ ഹോസ്റ്റലിൽ ചെക്കിനായി. സവാദ് എന്നെ കാത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 5 മിനിറ്റേ ടൈം എടുത്തുള്ളൂ. കാരണം എനിക്ക് എക്സൈറ്റഡ് ആയിരുന്നു കറങ്ങാൻ പോകാൻ വേണ്ടി. ക്ഷീണോ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മുഖമൊക്കെ കഴുകി ബാഗ് അവിടെ വെച്ചിട്ട് അതേ ഡ്രസ്സിൽ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാണ് ഉണ്ടായത്. സമയം ഉച്ച ചെയ്തുകൊണ്ട് തന്നെ നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സവാദിനോട് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലങ്ങൾ തപ്പി തുടങ്ങി. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഒരു ഷവർമ ഷോപ്പ് കണ്ടു. അവിടുത്തെ ഷവർമകൾക്കാണെങ്കിൽ ഇത്രയും വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഷവർമ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സവാദ് തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ ഒരു ഷവർമയാണ് ഓർഡർ ചെയ്തത്. കാരണം സവാദ് ആ ടൈമിൽ നോമ്പിലായിരുന്നു. ഞങ്ങൾ പോയ ടൈം റംസാൻ ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് എല്ലാവരും നോമ്പെടുക്കുന്ന ടൈമിങ്ങാണ്, എല്ലാവരും ഫാസ്റ്റിങ്ങിലാണ്. അപ്പം ഞാൻ മാത്രം ഷവർമ പറഞ്ഞിട്ട് കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ സവാദിനോട് സത്യം പറഞ്ഞാൽ ചോദിച്ചു, ദൈവമേ അടി കിട്ടുമോ? കാരണം ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സവാദ് പറഞ്ഞു ഹബീബി യു ആർ ഇൻ ഈജിപ്റ്റ്, ഒരു ടെൻഷനും വേണ്ട, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയ ടൈമിലാണെങ്കിലും എനിക്ക് അത്യാവശ്യം മുടി കാര്യങ്ങളൊക്കെ ആ ടൈമിൽ വളർത്തിയിട്ടുണ്ടായി. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം ഇന്ത്യൻസ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് തന്നെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പോരാത്തതിന് എൻ്റെ അടുത്ത് ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഹബീബി എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. സവാദിൻ്റെ ഈ വാക്കുകളാണ് എനിക്ക് ആദ്യം തന്നെ പഠിപ്പിച്ചു തന്നത്, ഹബീബി എന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും താങ്ക് യു എന്ന് പറയുന്നതാണ് ശുക്രാൻ ശുക്രാൻ എന്ന്. അപ്പോൾ എന്ത് വാങ്ങിച്ചാലും നമ്മൾ ശുക്രാൻ ശുക്രാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഹബീബി എന്നൊക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് ഷവർമ കഴിച്ചു. ഷവർമയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ പോകാൻ പ്ലാൻ ചെയ്ത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റിവറായ നൈൽ നദി തീരത്തോട്ടാണ്. നമ്മൾ അവിടെ നിന്ന് അടുത്ത യൂബർ ബുക്ക് ചെയ്തിട്ട് നേരെ നൈൽ നദി തീരത്തോട്ട് പോയി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൈറോയിലുള്ള നൈലിൻ്റെ ഭാഗം ഇതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ വളരെ നോർമലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എത്തിയ ടൈമും നട്ടുവച്ച ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം രാവിലെയൊക്കെ നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു എന്തായാലും നൈൽ ക്രൂസ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് നമുക്ക്. നൈലിലൂടെ ഒന്ന് ക്രൂസ് ചെയ്യണമെന്ന് സെയിലിംഗ് ബോട്ടിൽ. അത് നമ്മൾ ഈ പോകുന്നതിന് മുന്നേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ വിചാരിച്ചു സൺസെറ്റ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ നട്ടുവെച്ചൊക്കെ ചെയ്യണേക്കാളും നല്ല സൺസെറ്റ് ആണെന്ന് എഴുതി. ഇങ്ങനെ അവിടെ നിന്ന് കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് ദൂരെ ഒരു ടവർ കാണുന്നത്. അപ്പോൾ പറഞ്ഞു അതാണ് കൈറോ ടവർ, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അവിടെ. പക്ഷേ ടവറായതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാം. നമ്മൾ 2 കിലോമീറ്ററോളം നടന്ന് കൈറോ ടവറിൻ്റെ താഴെ എത്തി. അവിടെ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു കൈറോൻ്റെ ഫുൾ വ്യൂ കാണുന്നത്. കൈറോൻ്റെ ഫുൾ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡസ്റ്റി ഒരു ബേജ് കളറിലാണ് എല്ലാ ബിൽഡിങ്സും അവിടെ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിൻ്റെ റൂളാണ് അവിടെ റിനോവേഷൻ, പുറമേ ഉള്ള റിനോവേഷൻ കാര്യങ്ങളൊന്നും പാടില്ല. പണ്ടത്തെ എന്താണോ ആ ബിൽഡിംഗ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. പക്ഷെ അവിടുത്തെ ലക്ഷറി വീടുകളുടെയൊക്കെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും, അത്രയും ലക്ഷറി സെറ്റപ്പാണ്. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ എല്ലാ ബിൽഡിങ്സും. അപ്പോൾ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞതിനും കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുൾ വ്യൂ ഒക്കെ കൈറോൻ്റെ ഫുൾ വ്യൂ ഉണ്ട്. പിന്നെ ഈ നൈൽ നദിയുടെ നീളം അവിടെ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അത്രയും നീളത്തിൽ ഇങ്ങനെ പോയി കിടക്കുകയാണ്. അപ്പോൾ കൈറോ ടവറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് നേരെ പോയത് നൈൽ നദി തീരത്തോട്ടാണ് വീണ്ടും. അങ്ങനെ കൈറോ ടവറൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും നടന്ന് നൈൽ നദി തീരത്തോട്ട് തന്നെ എത്തി. അപ്പോഴാണ് സവാദിന് നോമ്പ് തുറക്കാൻ ടൈമായിട്ടുണ്ടായി. അപ്പോൾ ഏകദേശം സൺസെറ്റ് ടൈമായി. നമ്മൾ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറന്നു. ചെറിയൊരു കാരക്കയും കാര്യങ്ങളൊക്കെ കിട്ടി. അവിടെ എല്ലാ പള്ളികളിലും ഫുഡ് കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു സ്നാക്ക് പോലെ നമ്മൾ കഴിച്ചുള്ളൂ. സ്നാക്സ് കഴിച്ചിട്ട് നേരെ സൺസെറ്റ് സെയിലിംഗ് ബോട്ടിനാണ് പോകുന്നത്, അതും നൈൽ നദിയിൽ. ഞങ്ങൾ രണ്ടാളും എക്സൈറ്റഡ് ആയിട്ട് തന്നെ പോയി. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഒരാൾക്ക് 1000 EGP ആണെന്ന്. അപ്പോൾ EGP ഞാൻ എന്താണെന്ന് പറയാം. ഈജിപ്ഷ്യൻ പൗണ്ടിനെയാണ് EGP എന്ന് പറയുന്നത്. നമ്മുടെ INR പോലെ തന്നെ ഈജിപ്ഷ്യൻ പൗണ്ട്. അപ്പോൾ ഒരു EGP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയ ടൈമിൽ നമ്മുടെ ഇവിടുത്തെ 1.7 രൂപയാണ്. 1 രൂപ 70 പൈസയോളം വാല്യൂ ഉണ്ടായിരുന്നു ഞാൻ പോയ ടൈമിൽ. അപ്പോൾ ഏകദേശം 1000 EGP ആണ് നമ്മളോട് പറഞ്ഞത് ഒരാൾക്ക് കയറാൻ. അപ്പോൾ സവാദ് അവിടെ നിൽക്കുന്നതുകൊണ്ടും സവാദ് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും പറഞ്ഞു ഈജിപ്ഷ്യൻസ് ഫോറിനേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളെ പറ്റിക്കാൻ നോക്കും. അപ്പോൾ ആദ്യം തന്നെ വീണ് കൊടുക്കരുത്, നമ്മൾ ഇന്ത്യക്കാരാണ്, മാക്സിമം ബാർഗെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ 1000 പറഞ്ഞ സാധനം നേരെ 50 EGPയിലോട്ടാണ് എത്തിച്ചത് ഒരാൾക്ക്. അത് 2 പേർക്കും കൂടി ഞങ്ങൾ 100 EGP കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അതിലൂടെ ഒരു ബോട്ട് യാത്ര. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും തണുപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാറ്റാണ്, നല്ല നൈൽ നദി തീരത്ത് ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഈ കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലോണം തണുത്ത് തുടങ്ങി, മൂക്കൊക്കെ അടഞ്ഞു തുടങ്ങി. ആ ഒരു വിൻ്റർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. നോർമൽ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ നൈൽ നദി തീരത്തൂടെ സെയിലിംഗ് ബോട്ട് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഏറ്റവും വലിയൊരു ഫേമസ് മാർക്കറ്റാണ്, അവിടുത്തെ തന്നെ എന്നല്ല ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഗാനൽ ഖലീൽ എന്ന് പറഞ്ഞ മാർക്കറ്റ്. ഒരുപാട് ഹാങ്ങിങ് ലൈറ്റുകളും പിന്നെ എന്താ പറയുക, ഈജിപ്ഷ്യൻ വൈബ് എന്താണെന്ന് ശരിക്കും ആ ഒരു മാർക്കറ്റ് ചെന്ന് അറിയാൻ പറ്റും. കാരണം അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര പെർഫ്യൂമിൻ്റെ മണമാണ്. അതാണ് ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മളെ. ആ ഒരു തണുപ്പത്ത് ആ ഒരു കടകളിൽ നിന്ന് വരുന്ന പെർഫ്യൂമിൻ്റെ മണവും പിന്നെ അവിടുത്തെ അത്തറിൻ്റെ മണമൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈജിപ്ഷ്യൻസിൻ്റെ സോവിനിയറായിട്ട് നമുക്ക് പിരമിഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൈ പിടിച്ചു. അപ്പോൾ ഞാൻ സവാദിനോട് പറഞ്ഞു ഇത് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നാളെ തന്നെ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടി നോട്ടീസ് ചെയ്തത്. എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഒരു ഹുക്ക ഉണ്ടാവും. ഹുക്ക എന്ന് പറയുമ്പോൾ ശീഷ, നമ്മൾ ഈ പറഞ്ഞ പോലെ വലിച്ചിരിക്കുന്ന സാധനം. എല്ലാ ഈജിപ്ഷ്യൻസും ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ കടകളുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുക, ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുക. ഈ ഹുക്ക എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് ചില കടകളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ കടകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഷോപ്പുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ പിള്ളേർക്ക് എൻട്രി ഇല്ലെന്ന്. കാരണം അതിൻ്റെ അകത്ത് അത്രയും പുക കാര്യങ്ങളാണ്, അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം ഹുക്ക വലിക്കുന്നവരാണ് ഈജിപ്ഷ്യൻസ് മൊത്തം. അവിടെ നമ്മൾ നേരെ ചുറ്റും മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. അപ്പോൾ പെർഫ്യൂമിൻ്റെ ഇടയിൽ കയറിയിട്ട് പെർഫ്യൂമൊക്കെ മണത്ത് നോക്കി. പോരാത്തതിന് അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അവിടെ ഈ മുതലില്ലേ, മുതലട തോല് അങ്ങനത്തെ കാര്യങ്ങൾ വരെയും വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി. അതിന് ശേഷമാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ പണ്ട് തൊട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ്, നെപ്പോളിയനൊക്കെ വന്ന് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ അങ്ങനെ അതിലൂടെയൊക്കെ നടന്നു. അപ്പോൾ വിശപ്പ് വീണ്ടും തുടങ്ങി. രാത്രിയായപ്പോൾ നമ്മൾ ഒരു ഈജിപ്ഷ്യൻ വൈബുള്ള ഒരു മന്തി കഴിക്കാനാണ് പോയത്. നാട്ടിലത്തെ മന്തി പോലെയല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ മട്ടനാണ് പറഞ്ഞത്. മട്ടൻ മന്തി എന്ന് പറയുമ്പോൾ ഞാൻ അധികം മട്ടൻ കഴിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടാണ് സവാദിൻ്റെ ഒപ്പം ഞാൻ പോയത്. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടാണ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് സീറ്റ് കാര്യങ്ങൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് ഈജിപ്ഷ്യൻ മട്ടൻ മന്തി കഴിക്കാനാണ് പോയത്. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു, നാട്ടിലത്തെ പോലെയല്ല, എന്നാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോവാണ്. സവാദിൻ്റെ ഒരു വീടെടുത്താണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സവാദ് നേരെ വീട്ടിലോട്ട് പോയി, ഞാൻ നേരെ ഹോസ്റ്റലിലോട്ട് യൂബർ ബുക്ക് ചെയ്ത് പോയി. അങ്ങനെ ഡേ 1 അവിടെ അവസാനിക്കുകയാണ്. ഡേ 2 വളരെ എക്സൈറ്റഡ് ആണ്, കാരണം നമ്മൾ പിരമിഡ് കാണാനാണ് പോകുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ 2-ാം ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എഴുന്നേറ്റേക്കുന്നത്. കാരണം ഇന്നാണ് നമ്മൾ പിരമിഡ് കാണാൻ പോകുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടുണ്ടായി. അപ്പോൾ താഴെ ചെന്നപ്പോഴാണ് ഒരു കുബൂസ് പോലത്തെ ഒരു ഐറ്റം. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ പേര് ആയിഷ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കുബൂസും പിന്നെ ഒരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഫൂൽ, ഫലാഫിൽ, പിന്നെ കുക്കുംബർ, അതൊക്കെയാണ് അതിൽ വെച്ചിരുന്നത്. സംഭവം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അതാണ് അവിടുത്തെ ഒരു എല്ലാവരും കഴിക്കുന്ന നോർമലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് സവാദിനെ വിളിക്കുന്നത്, ഇന്ന് നമുക്ക് പിരമിഡ് കാണാൻ പോകാമെന്ന്. അപ്പോഴാണ് സവാദ് പറഞ്ഞത് നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സിറ്റാഡയിൽ വരുന്നുണ്ട്, സിറ്റാഡയിൽ ഓഫ് സലാദിൻ. അപ്പോൾ അതും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. അത് കണ്ടിട്ട് പിരമിഡ് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി കിടക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. 2 മണി 3 മണി ആയപ്പോഴാണ് നമ്മൾ കിടക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 11 മണിക്കാണ്. കഷ്ടിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്, ടൈം കഴിഞ്ഞിട്ടുണ്ടായി. പക്ഷേ നമ്മൾ പറഞ്ഞ് ആ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അങ്ങനെ നമ്മൾ സിറ്റാഡയിൽ കാണാൻ പോവുകയാണ്. സിറ്റാഡലിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഫസ്റ്റായിട്ട് പിരമിഡിൻ്റെ വ്യൂ കിട്ടുന്നത്. നമുക്ക് സിറ്റാഡലിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ദൂരെ 3 മലകൾ നിൽക്കണ പോലെ ഫസ്റ്റ് പിരമിഡിൻ്റെ വ്യൂ കിട്ടി. അപ്പോൾ അതൊരു എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യൂ തന്നെയാണ്. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പിരമിഡ് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ. ഇനി സിറ്റാഡലിൻ്റെ അകത്ത് കയറാൻ പോകുമ്പോഴാണ് അവിടെയും എൻട്രി ഫീ ഉണ്ട്. ഈജിപ്തിൽ എല്ലായിടത്തും ഫോറിനേഴ്സിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഫോറിനേഴ്സ് വരുമ്പോൾ റേറ്റ് കൂടുതലാണ്. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഡിഫറൻസ് ആണ്. നമുക്ക് ഏകദേശം 700 EGP ആണ് സിറ്റാഡലിലായത്.
പക്ഷേ അവിടുത്തെ സ്റ്റുഡൻസിന് 30 EGP ഉള്ളൂ. അപ്പോൾ സവാദൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ 30 EGP കൊടുത്താണ് അവരും കയറിയത്. അപ്പോൾ അവരുടെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ ഐഡിയ എനിക്ക് തന്നു, അപ്പോൾ ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി 30 EGPക്കാണ് കയറിയത്. അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. സംഭവം ഉടായ്പാണെങ്കിലും നമ്മളൊരു ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ടും പിള്ളേരായതുകൊണ്ടും അവർക്കും മനസ്സിലായി, എന്നാലും ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും അവർ ഫ്രണ്ട്ലി ആയിരുന്നു. ചിരിച്ചിട്ടൊക്കെ തന്നെ ഒരു ലേഡി ആയിരുന്നു പോലീസ് ഓഫീസർ. പുള്ളിക്കാരി പറഞ്ഞു ഇത് ഇന്ത്യൻസ് ആണല്ലേ എന്ന് പറഞ്ഞു. ഇന്ത്യൻ സ്റ്റുഡൻസിനുള്ള റേറ്റ് അല്ല ഇത്, ഈജിപ്ഷ്യൻ സ്റ്റുഡൻസിനാണെന്ന് പറഞ്ഞു. എന്നാലും അവർ കണ്ണടച്ച് നമ്മളെ കയറ്റി വിട്ടു. അങ്ങനെ നമ്മൾ സിറ്റാഡലിൻ്റെ അകത്തോട്ടൊക്കെ കയറി. അപ്പോൾ സിറ്റാഡലിൻ്റെ അകത്ത് വലിയ ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വലിയൊരു സിറ്റാഡൽ തന്നെയാണ് കേട്ടോ. മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് കൈറോ പോകുമ്പോൾ. അപ്പോൾ അവിടെ ഏകദേശം 2-3 മണിക്കൂറോളം പോയി. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഒരു 2 മണിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരെ അവിടെ നിന്ന് യൂബർ ബുക്ക് ചെയ്തിട്ട് പിരമിഡ് കാണാനാണ് പോകുന്നത്. പിരമിഡ് കാണാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ കൈറോയിലാണുള്ളത്. പിരമിഡ്സ് സ്ഥിതി ചെയ്യുന്നത് ഗിസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഗിസയിലോട്ടാണ് അവിടെ നിന്ന് യൂബറിന് പോകുന്നത്. ഏകദേശം 45 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം അന്ന് സവാദിൻ്റെ 2 കൂട്ടുകാരും കൂടി ഉണ്ട്. ഞങ്ങൾ 4 പേര് കൂടിയാണ് പിരമിഡ് കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഗിസ ദൂരേന്ന് ഫസ്റ്റ് വ്യൂ ഈ പറഞ്ഞ പോലെ സലാദീന്ന് മുകളിൽ നിന്ന് കിട്ടി, സിറ്റാഡലിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെയായിട്ട് നടുക്കുള്ള പിരമിഡ് നമുക്ക് കാണാൻ പറ്റിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ അവിടെ എത്താറാവുമ്പോഴേക്കും മൊത്തത്തിൽ രീതികളൊക്കെ മാറി, അവിടുത്തെ ആൾക്കാരൊക്കെ മാറി തുടങ്ങി. നമ്മളെ വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങി. യൂബറൊക്കെ നമ്മളെ പോകുന്ന വഴി തൊട്ട് മുന്നേ ആയിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മളെ വണ്ടി നിർത്തിച്ചിട്ട് ലോക്കൽസ് നമ്മളോട് ഒരുപാട് ഇന്ന് ഹോഴ്സ് വേണോ, എൻട്രി ടിക്കറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂർഗ്ഗ കടന്നുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടേ. സത്യം പറഞ്ഞാൽ ശല്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് പൂർഗ്ഗ കിടക്കുന്നത്. ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിച്ച് പൂർഗ്ഗ കിടന്നു. അപ്പോൾ പറഞ്ഞാൽ ഒന്നും വേണ്ട, വണ്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തു. എന്നിട്ട് പിരമിഡിൻ്റെ എൻട്രി ടിക്കറ്റിൻ്റെ അവിടെ നമ്മളെ കൊണ്ടുപോയി ഇറക്കി. എന്നിട്ട് എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെന്നപ്പോഴാണ് അവിടെ എൻട്രി ടിക്കറ്റ് 3 മണിയായിട്ടുണ്ടാവും. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ 5 മണി വരെ ഉണ്ടെന്നാണ് കണ്ടത്. പക്ഷേ 3 മണിയായപ്പോഴേക്കും റമദാൻ ടൈം ആയതുകൊണ്ട് പിരമിഡ്സ് ക്ലോസ് ചെയ്തിരുന്നു. അതെനിക്ക് ഭയങ്കര അടിയായിപ്പോയി. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ട് ഗേറ്റിൻ്റെ പുറത്തെത്തിയിട്ട് അകത്ത് കയറാൻ പറ്റാത്ത ഒരു സംഭവം. കാരണം നാട്ടിൽ നിന്ന് എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും വർഷങ്ങളെടുത്ത് വന്നേക്കുന്ന സംഭവമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കയറാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖമൊക്കെ പെട്ടെന്ന് മാറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും വഴി ഉണ്ടാകുന്നൊക്കെ ചോദിച്ചു. ഒരു വഴിയില്ല, പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. അപ്പോഴാണ് വേറൊരു കുതിരക്കാരൻ വന്നേക്കുക, ഞാൻ കയറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെ കയറ്റും, ഞാൻ ബ്ലാക്കിന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കയറ്റി തരാം, എൻ്റെ ഒപ്പം വാവാന്ന് പറഞ്ഞ് പുള്ളിയുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 500 മീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് ഒരാൾക്ക് 1000 രൂപയാവും ഈ പറഞ്ഞ പോലെ കുതിരപ്പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പറഞ്ഞു സവാദിയിൽ എന്തോ ഉടായ്പുണ്ട്, കാരണം അതല്ല എൻട്രൻസ്, ഇവർ ഈ വഴി എങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ സവാദിനോട് ചോദിച്ചു. പറഞ്ഞു നമുക്ക് നോക്കി നോക്കാം, എന്തായാലും ചെറിയ പൈസയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് 200 EGP എത്തിച്ചു ഒരാൾക്ക്. 1000 പറഞ്ഞത് 200 എത്തിച്ചു. അങ്ങനെ 4 കുതിരയിലാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞു എടാ ഇതിലെന്തോ ഉടായ്പുണ്ട്, കാരണം ഇതെന്തായാലും നടക്കൂല, പിന്നെ ഇവർക്ക് മാത്രം നമ്മളിങ്ങനെ കയറ്റാൻ പറ്റും, പിരമിഡിൻ്റെ വ്യൂ തന്നെയാണോ നീ ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സവാദിന് ചെറിയ പറഞ്ഞ പോലെ മിസ്രി ഭാഷ അറിയാം, അപ്പോൾ അറബി അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറയുന്നത് നമ്മളെ കൊണ്ടുപോകുന്നത് ശരിക്കും ആക്ച്വലി അകത്തോട്ടല്ല. അകത്തോട്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് കൊണ്ടുവന്നത്, നമ്മളെ കൊണ്ടുപോകുന്നത് ഇത് പോലീസുകാരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്, അവർക്കും ചെറിയ പൈസ കൊടുത്താണ് നമ്മളെ കയറ്റി വിടുന്നത്. ഇവരുടെ തന്നെ വേറൊരു എൻട്രൻസ് ഉണ്ട് ബാക്ക് സൈഡിൽ. അങ്ങോട്ട് നമ്മളെ കുതിരപ്പുറത്ത് ഏകദേശം അരമണിക്കൂറോളം കൊണ്ടുപോയിട്ട് അവർക്ക് ചെറിയ പൈസയൊക്കെ കൊടുത്ത്, നമ്മുടെ മുന്നിൽ തന്നെ പൈസ കൊടുക്കണേ, പൈസ കൊടുത്തിട്ട് ഇതിൻ്റെ കോമ്പൗണ്ടിൽ എൻട്രി ചെയ്യും. കോമ്പൗണ്ടിൽ എൻട്രി ചെയ്തതിന് ശേഷം നമ്മളാ ഈ 3 പിരമിഡും കൂടി നിൽക്കുന്നൊരു വ്യൂ ഉണ്ട്, അത് അടുത്ത് നിന്ന് കാണില്ല, അത് ദൂരെ നിന്ന് കാണുള്ളൂ. 3 പിരമിഡും കൂടി അതിൻ്റെ ഒരു പനോരമിക് വ്യൂ കാണിക്കാനാണ് നമ്മളെ കൊണ്ടുപോയത്. ആക്ച്വലി അതിൽ എൻട്രി ടിക്കറ്റ് ഒന്നും ഇൻക്ലൂഡ് അല്ല. ഈ പുള്ളി നമ്മളോട് പറഞ്ഞ എൻട്രി ടിക്കറ്റൊക്കെ ഇൻക്ലൂഡ് ആണെന്നാണ്. പക്ഷേ നമ്മൾ അത്രയും ദൂരം കൊണ്ടുപോയിട്ട് പിരമിഡിൻ്റെ വ്യൂ കിട്ടി. എന്നാലും നല്ല 3 പിരമിഡും കൂടിയുള്ള അടിപൊളി പനോരമിക് വ്യൂ തന്നെയായിരുന്നു. പക്ഷേ നമുക്കപ്പോഴും അകത്ത് കയറാൻ പറ്റിയില്ല, ഈ പറഞ്ഞ പോലെ ടച്ച് ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പം അന്ന് വിഷമത്തോടെ ആണെങ്കിലും പറഞ്ഞു നാളെ വീണ്ടും വരാമെന്ന് പറഞ്ഞ് അവിടെ നമ്മൾ വൈകിട്ടായപ്പോഴേക്കും തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ട് അന്ന് നമുക്ക് നോമ്പ് തുറക്കണം. ഇവരപ്പോൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റെങ്കിലും കഴിച്ചിട്ടുണ്ട്, ഇവരൊന്നും കഴിച്ചിട്ടില്ല. വെള്ളം കാര്യങ്ങളൊന്നും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനിടക്കാണ് നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ കയറി കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിലും ഇവർ കഴിക്കാത്തതുകൊണ്ട് ഞാനും ഒന്നും കഴിക്കുന്നില്ല, ഇവരുടെ ഒപ്പം നടക്കുമ്പോൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ നോമ്പ് തുറക്കാൻ എക്സൈറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്ഷ്യൻസിൻ്റെ നോമ്പ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ പരിപാടിയാണ്. അപ്പോൾ കൈറോ സിറ്റി മൊത്തം ഇവർ അലങ്കരിച്ചിട്ടുണ്ടാവും. പോരാത്തിന് പല സ്ട്രീറ്റുകളുടെയും നടുക്കായിട്ട് 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെയർ ഇട്ടേക്കുക, ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ പറഞ്ഞ പോലെ ഫുഡ് അൺലിമിറ്റഡ് ആണ്, ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ കാറിൽ കയറി യൂബർ ബുക്ക് ചെയ്ത് കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ കുറേ പേര് കാർ നിർത്തിച്ചിട്ട്
വരുന്നവർക്കെല്ലാം വെള്ളവും ഈ പറഞ്ഞ ഫ്രൂട്ടി കാര്യങ്ങൾ, പിന്നെ സ്നാക്സ്, നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങൾ കാർ നിർത്തിച്ച് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ അത്രയും വെൽക്കമിങ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. പോരാത്തിന് നമ്മളന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളൊരു സ്ഥലത്തായിട്ടുള്ള ഈജിപ്ഷ്യൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നോമ്പ് തുറക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ വെജായിരുന്നു, കംപ്ലീറ്റ്ലി വെജായിരുന്നു. പറഞ്ഞ പോലെ ആയിഷ് ഉണ്ടായിരുന്നു, ഫലാഫിൽ, ഫൂൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് പക്കാ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഇന്ന് എല്ലാം ട്രൈ ചെയ്തൊക്കെ നോക്കി. അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവരിൽ ഒരാളായിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ പിരമിഡ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ നോമ്പൊക്കെ തുറന്നിട്ട് അന്ന് ഞാൻ പോയത് ഹോസ്റ്റലിലോട്ടല്ല. ഹോസ്റ്റലിൽ പോയി ബാഗ് എടുത്തിട്ട് ഇവർ നിൽക്കുന്ന വീട്ടിലോട്ട് തന്നെ ക്ഷണിച്ചിരുന്നു. നമ്മളൊരു ദിവസം കൊണ്ട് തന്നെ അത്രയും കമ്പനിയായി. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, ഇനി ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് ക്ഷണിച്ചു. അതും എനിക്ക് ഭയങ്കര സന്തോഷമായ മൊമെൻ്റ് ആയിരുന്നു. നമ്മളിൽ ഒരാളായിട്ട് അവർ നമ്മളെ കണ്ടു തുടങ്ങിയെന്നാണല്ലോ അതിൻ്റെ അർത്ഥം വീട്ടിലോട്ട് വിളിക്കുമ്പോൾ. അങ്ങനെ നേരെ ഞാൻ ബാഗ് എടുത്ത് ഇവരുടെ വീട്ടിൽ വന്ന് കിടന്നൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ പോയി തന്നെ മമ്മീസിനെ കാണാനാണ്. അപ്പോൾ പിരമിഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മമ്മീസും. അപ്പോൾ പിരമിഡിൻ്റെ അകത്ത് മമ്മീസ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ മമ്മീസ് ഉള്ളത് ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയത്തിലാണ്. അപ്പോൾ മമ്മീസിനെ കാണാൻ വേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ്, അന്നും റംസാനാണ്, അതുകൊണ്ട് നോമ്പ് കാര്യങ്ങളായതുകൊണ്ട് ഇവരുടെ വീട്ടിലായതുകൊണ്ട് ഫുഡേ ഇല്ല കേട്ടോ. അന്നപ്പോൾ ഒന്നും വെള്ളം പോലും കുടിച്ചിട്ടില്ല. അന്ന് ഞാൻ നോമ്പ് എടുക്കാൻ തന്നെ തീരുമാനിച്ചു ഇവരുടെ ഒപ്പം. അപ്പോൾ ഞാനും അവരിൽ ഒരാളായിട്ട് നോമ്പെടുക്കുന്ന പോലെ തന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ഞാനും സവാദും കൂടിയാണ് പോകുന്നത് നേരെ മ്യൂസിയത്തിലോട്ട്. മമ്മീസിനെ കാണാൻ വേണ്ടി കയറിയപ്പോഴാണ് ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ ഫറോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മിക്ക രാജാക്കന്മാരുടെയും ബോഡി മമ്മീസ് അവിടെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും വേണ്ടി ടിക്കറ്റ് എടുത്ത് നമ്മളകത്തോട്ട് കയറി. അപ്പോൾ ലിനനിൽ ഇങ്ങനെ ചുറ്റി വെച്ചേക്കാണ്, ഓരോ ശവശരീരങ്ങളും ഇങ്ങനെ ചുറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇവരുടെ പല്ലും നഖമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടിയായി പോകും. പിന്നെ കുറേയൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. പിന്നെ അവരത് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചേക്കാണ്. എന്നാലും ഒരു മിക്കവരുടെയും മെയിനായിട്ടുള്ള ആൾക്കാരാണ് ഈ റംസീസ് ഒന്നാമൻ, റംസീസ് രണ്ടാമൻ, അവരുടെയൊക്കെ ഈ പേര് കേട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മമ്മീസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സൊത്തം പിരമിഡിലായിരുന്നു. എനിക്ക് പിരമിഡ് പോകണം, ഇവിടെ ഒന്ന് സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് പിരമിഡ് കാണാൻ വേണ്ടി അവിടെ നമ്മൾ വീണ്ടും യൂബർ ബുക്ക് ചെയ്ത് ഗിസയിലോട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഫുള്ള് നമ്മൾ യൂബറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം യൂബറാണ് ഏറ്റവും കൺവീനിയൻറ്റും ചീപ്പായിട്ടുള്ളത്, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് നേരെ ഗിസയിലോട്ട് വീണ്ടും പോകാനുണ്ടായത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഏകദേശം 1 മണി 2 മണിയൊക്കെ തന്നെ ആയിട്ടുണ്ടായി. നേരെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത് കയറി. എൻട്രി ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞപ്പോൾ നോർമൽ ഗ്രൗണ്ടിലോട്ടുള്ള എൻട്രി ടിക്കറ്റ് എടുത്താണ് കയറിയത്. അങ്ങനെയാണ് പിരമിഡിൻ്റെ ഏറ്റവും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കയറുന്നത്. കാരണം പിരമിഡ് അത്ര അടുത്ത് കാണാൻ പോവുക. അപ്പോൾ അങ്ങനെ നേരെ പിരമിഡിൻ്റെ അകത്തോട്ട് കയറി. അകത്തോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ കുതിരക്കാരിങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ റേറ്റ് ഫിക്സഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, 500 EGP ആണ്. കാരണം അത്യാവശ്യം നടക്കാനുണ്ട്, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടുതലുണ്ട് ഈ എൻട്രൻസിൽ നിന്ന് പിരമിഡ്സിൻ്റെ അങ്ങോട്ട്. അപ്പോൾ 3 പിരമിഡ്സാണ് ഗിസയിൽ ഏറ്റവും ഉള്ളത്. അപ്പോൾ അതിൽ നടുക്കത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടന്ന് എടുത്തു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം വ്യൂ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നടന്നൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം കുതിരക്കാരൊക്കെ ക്ലോസ് ചെയ്യാറായതുകൊണ്ട് തന്നെ പൈസ കുറച്ച് തുടങ്ങി. നമുക്ക് അവിടെയും ഒരു 100 രൂപക്ക് ഒരാളിങ്ങനെ ക്യാമൽ സഫാരി, ഇന്നലെ ഹോഴ്സ് റൈഡാണ് ചെയ്തത്, ഇന്ന് നമ്മൾ ക്യാമൽ സഫാരിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ചുറ്റും ക്യാമലിൽ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ പിരമിഡിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, സവാദ് നമുക്ക് അകത്ത് കയറേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് സവാദ് പറയുന്നത്, നിനക്ക് അകത്ത് കയറണോ? അകത്ത് കയറാൻ 1500 EGP ആണ്, അതിന് എക്സ്ട്രാ ടിക്കറ്റ് ആണെന്ന്. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് എങ്ങനെ അകത്ത് കയറാണ്ടിരിക്കണേ? എനിക്ക് എന്തായാലും അകത്ത് കയറണം. 3 പിരമിഡ്സിനും 3 എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനും ഇത്രയും പൈസയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സവാദ് പറഞ്ഞു, ഇത്രയും പൈസ കയറുന്നത് വേർത്തല്ലെന്ന് പറഞ്ഞു. നിനക്കത് വേർത്തായിരിക്കുമല്ലോ ഒരു പ്രാവശ്യം കയറിയുണ്ട്, പക്ഷേ എനിക്കത് വേർത്താണ്. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രമാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കെന്തായാലും കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ച് എൻട്രി ടിക്കറ്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, അകത്ത് കയറാനുള്ള ടൈം കഴിഞ്ഞു പോയി, അത് ക്ലോസ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ പോയിട്ട് എനിക്കതൊന്ന് അടുത്തുനിന്ന് കാണാൻ പറ്റി, പക്ഷെ അത് തൊടാനോ അല്ലെങ്കിൽ മുകളിൽ കയറാനോ പറ്റിയില്ല. ഞാൻ ആലോചിച്ച് എന്തിനാണ് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കണത്? കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് എനിക്കൊന്നും തൊടാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം, പക്ഷേ എനിക്കത് വലിയൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ എനിക്കത് വീണ്ടും അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. അന്ന് രാത്രി എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറോയിൽ നിന്ന് ലുക്സോറിലോട്ട് പോകലായിരുന്നു. കാരണം വന്നിട്ട് 2 ദിവസമായി. ലുക്സോർ എന്ന് പറഞ്ഞാൽ അടുത്ത സിറ്റിയിലോട്ട് പോകാനായിട്ട് ഗോബസ് എന്ന് പറഞ്ഞ ആപ്പ് വഴി ഓൾറെഡി ടിക്കറ്റ് ഞാനും സവാദും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായി. എൻ്റെ ഒപ്പം സവാദും ലുക്സോറിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല. ലാസ്റ്റ് ഡേ കൈറോയിൽ വരുമ്പോൾ എന്തായാലും അകത്ത് കയറാം. അപ്പോൾ അതിന് മുന്നേ
നമുക്ക് സമയമുണ്ടല്ലോ എന്ന് എഴുതി അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ബസ് അവിടെ റെഡി ആയിരുന്നു. കയറുമ്പോൾ തന്നെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ട് നേരെ ബസ്സിൻ്റെ അകത്ത് കയറി. നമ്മുടെ അടുത്ത പോലെയല്ല, കുറച്ചുകൂടി പ്രീമിയം ബസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ പുഷ് ബാക്ക് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം പുഷ് ബാക്ക് എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് നോർമൽ സീറ്റ് തന്നെയാണ്. പിന്നെ നാട്ടിലത്തേക്കാൾ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൻ്റെ അകത്ത് തന്നെ വാഷ്റൂം ഉണ്ട്. ഇടയ്ക്ക് വാഷ്റൂം പോകാൻ വേണ്ടി നിർത്തത്തില്ല. നമുക്ക് പറഞ്ഞ പോലെ ബസ്സിൻ്റെ അകത്ത് തന്നെ വാഷ്റൂം കാര്യങ്ങളുണ്ട്. അതൊരു കംഫർട്ടബിൾ ആയിരുന്നു. നേരെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും രാവിലെ തന്നെ നമ്മൾ ലക്സോറിലെത്തി.